നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങടുത്തിരിക്കുകയാണ്. പട്ടാമ്പി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷം വരെ അത് ലീഗിന് കിട്ടും, കോൺഗ്രസിൽ നിന്ന് ആ സീറ്റ് എന്നായിരുന്നു. പക്ഷേ ചർച്ചകൾക്കൊടുവിൽ അത് കോൺഗ്രസിലേക്ക് തന്നെ പോയി. അപ്പോൾ വേണ്ട വിധത്തിലുള്ള മണ്ഡലം കമ്മിറ്റിയുടെ ഇടപെടലില്ലാത്തത് കാരണവും ആണ് അതങ്ങനെ വന്നത് എന്ന് പ്രവർത്തകർക്കിടയിൽ വൻ ആക്ഷേപമുണ്ട്. ആ ഒരു വിഷയത്തെക്കുറിച്ച് പട്ടാമ്പി മണ്ഡലം ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മുഹമ്മദ് അലി മറ്റനടം എങ്ങനെ പ്രതികരിക്കുന്നു? അല്ല, ഈ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വിജയിക്കണം പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ എന്നുള്ളതാണ് UDF പ്രവർത്തകരുടെയും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അണികളുടെ ലക്ഷ്യം. നിരവധി വർഷങ്ങളായി ഇപ്പോൾ കേരള നിയമസഭയിൽ പട്ടാമ്പിയെ പ്രതിനിധീകരിക്കുന്നത് UDFൽ നിന്നാവുമ്പോൾ UDFൻ്റെ കോൺഗ്രസ് പ്രതിനിധിയാണ്. അപ്പോൾ ഇപ്രാവശ്യം അത് ലീഗിന് അനുവദിക്കും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങളൊക്കെ. തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടുകൊടുത്ത് പകരം പട്ടാമ്പി ലീഗിന് നൽകുക എന്നുള്ളൊരു തീരുമാനവുമായി ചർച്ചയുമായി മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ആ കാര്യത്തിൽ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ നിലവിലുള്ള UDFൻ്റെ ഡാറ്റ വെച്ചുള്ള കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമായി സംസ്ഥാന കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഈ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനടക്കമുള്ള മുഴുവൻ നേതൃത്വവും പട്ടാമ്പി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയും നിരന്തരമായി സംസ്ഥാന കമ്മിറ്റിയെ പട്ടാമ്പി നിയോജക മണ്ഡലത്തിലെ അവസ്ഥ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പട്ടാമ്പി നിയോജക മണ്ഡലം നിയമസഭാ സീറ്റ് മുസ്ലിം ലീഗ് കിട്ടുന്നതിന് ആവശ്യമായ എല്ലാ പ്രവർത്തനവും നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഓരോ നിലവിലുള്ള പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ പട്ടാമ്പിയിലുള്ള കക്ഷിനില, ഓരോ കക്ഷിയുടെ വോട്ട് പാറ്റേൺ, ഇവിടെ ഓരോ കക്ഷികളും പഞ്ചായത്ത് ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയതിലുള്ള വിജയ ശതമാനം അടക്കം എല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തനം ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ അർത്ഥമില്ല, അതിൽ സത്യമില്ല. തീർച്ചയായും പട്ടാമ്പി നിയോജക മണ്ഡലം അസംബ്ലി സീറ്റ് മുസ്ലിം ലീഗിന് കിട്ടണമെന്ന ലക്ഷ്യത്തോടു കൂടി ആത്മാർത്ഥമായ പ്രവർത്തനം നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണകളിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത് മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉറപ്പിച്ചതായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രതിഷേധവും നിരാശയും പ്രവർത്തകർക്കിടയിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? അല്ല, പ്രതീക്ഷ ഞാൻ പറഞ്ഞല്ലോ. മുന്നണി സംവിധാനത്തിൽ ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് അനുവദിച്ചാൽ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ നയം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാന നേതൃത്വവും സംസ്ഥാന പ്രസിഡൻറ്റും അതുപോലെ UDF സംവിധാനവും ഒരു പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ അഭിപ്രായ വ്യത്യാസത്തിന് വിലയില്ല, അഭിപ്രായ വ്യത്യാസത്തിന് സാഹചര്യമില്ല. ഇപ്പോൾ അണികളിൽ ചെറിയ നിരാശ എന്ന് പറയാൻ പറ്റില്ല. ഒരു പ്രതീക്ഷിച്ച സീറ്റ് കിട്ടിയില്ല എന്നുള്ളൊരു ചെറിയ വിഷമമുണ്ട്. അപ്പോൾ അത് പരിഹരിച്ച് വരുന്നുണ്ട്. പാർട്ടി ഒറ്റക്കെട്ടായി UDFൻ്റെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കാൻ പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ തിരുവേഗപ്പുറ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള UDF കൺവെൻഷൻ മാറ്റിയിട്ടുണ്ട്. അത് പാർട്ടിക്ക് ആ ഒരു കൺവെൻഷൻ വിജയകരമായിട്ട് നടപ്പിലാക്കാൻ, ഇപ്പോഴത്തെ ഈ പ്രശ്നം പരിഹരിക്കാതെ നടപ്പിലാക്കാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ അങ്ങനെ ഒരു മാറ്റിവെക്കൽ ഉണ്ടായിട്ടുള്ളത്? ഇല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ മാറ്റിവെച്ചു എന്ന് പറയുന്നതിലും അർത്ഥമില്ല. നമ്മൾ ഓരോ കൺവെൻഷനിലും ജില്ലാതലത്തിലുള്ള നേതാക്കളുടെ അവൈലബിലിറ്റി, അവർക്ക് പങ്കെടുക്കാനുള്ള സൗകര്യം കൂടി പരിഗണിച്ച് ഓരോ കൺവെൻഷനുകളും ഓരോ പഞ്ചായത്തിലും നമുക്ക് ലീഡേഴ്സിന് കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് എന്നതിൽ കവിഞ്ഞ് വേറൊരു അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഭാഗമായി തിരുവേഗപ്പുറയിലോ മറ്റോ ഒരു കൺവെൻഷനും മാറ്റിവെച്ചിട്ടില്ല. ഇന്ന് തന്നെ പാർട്ടിയുടെ യോഗം, മുസ്ലിം ലീഗ് പാർട്ടിയുടെ പഞ്ചായത്ത് നേതൃയോഗം ഇന്ന് തിരുവേഗപ്പുറയിൽ നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ മുന്നൊരുക്കം യോഗത്തിൽ വെച്ചുണ്ടാവും. തീർച്ചയായും ഒറ്റക്കെട്ടായി പാർട്ടി മുന്നോട്ട് പോകും. പ്രവർത്തകർ മണ്ഡലം കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും എതിരെയാണ് സോഷ്യൽ മീഡിയ വാളുകളിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജില്ലാ പ്രസിഡന്റിനെതിരെ തനിക്ക് കിട്ടും എന്നാഗ്രഹിച്ച സീറ്റ് കിട്ടാതെ വന്നപ്പോൾ അത് ഇല്ലാതാക്കി എന്നുള്ള വരെ ആക്ഷേപം നിലവിൽ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. അല്ല, അതിൽ ഒന്നും അർത്ഥമല്ല. ഒരു ഒറ്റപ്പെട്ട ചില പ്രവർത്തകരുടെ അവരുടെ വികാരമാണ് ചില ആളുകളിൽ കാണുന്നത്. പക്ഷെ അതൊക്കെ ഒരു തെറ്റിദ്ധാരണ മൂലമുണ്ടായ ചില അഭിപ്രായങ്ങളാണ്. സത്യവുമായി ഈ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല. തീർച്ചയായും മുസ്ലിം ലീഗിൻ്റെ ജില്ലാ മണ്ഡല നേതൃത്വം നമ്മുടെ ജില്ലയിൽ പട്ടാമ്പി മുസ്ലിം ലീഗിന് കിട്ടണമെന്നുള്ള പ്രവർത്തനത്തിൽ ആത്മാർത്ഥമായി രംഗത്തുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞുവല്ലോ, തിരുവമ്പാടിയും പട്ടാമ്പിയും പരസ്പരം വെച്ച് മാറുക എന്നുള്ളത് നടന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് പട്ടാമ്പി ലീഗിന് കിട്ടാതെ പോയത്.
ഇതിൽ ഈ പ്രവർത്തകരെ കൂടെ നിർത്താൻ കഴിയും എന്നാണോ മണ്ഡലം കമ്മിറ്റിയുടെ പ്രതീക്ഷ? തീർച്ചയായും ഞങ്ങൾ ഈ കാര്യങ്ങൾ പിന്നെ പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ ശാഖാതലത്തിലും ഞങ്ങളുടെ യൂണിറ്റ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ആവശ്യമായ യോഗങ്ങൾ നടക്കുന്നുണ്ട്. അവരെ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തും. അങ്ങനെ ബോധ്യപ്പെടുത്തി ഇലക്ഷൻ വരുമ്പോൾ സാധാരണ നമുക്കറിയാമല്ലോ, ഏത് ഇലക്ഷനാണെങ്കിലും UDFൻ്റെ പ്രവർത്തകർ രംഗത്തിറങ്ങാൻ അവസാന റൗണ്ടിൽ ശക്തമായി രംഗത്തിറങ്ങും. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ 1-2 ദിവസങ്ങളിൽ ആളുകളൊക്കെ പല ഭാഗത്തുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നാളെ മുതൽ തന്നെ സജീവമായി എല്ലാ ശാഖയിലും പ്രവർത്തനം ആരംഭിക്കും. എല്ലാ അണികളെയും ഒറ്റക്കെട്ടായി ഒപ്പം നിർത്തിക്കൊണ്ട് UDF സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സഹകരണവും പ്രവർത്തനവും ഉണ്ടാവും. ഈ നേതൃനിരയിലുള്ള തിരുവേഗപ്പുറയിൽ നിന്നുള്ള ആളുകളൊക്കെ മുൻപന്തിയിൽ ഉണ്ടാവുമോ? തീർച്ചയായും ഉണ്ടാവും. അവിടെ ഉള്ള പ്രശ്നങ്ങൾ, നേതൃനിരയിലുള്ള പ്രശ്നങ്ങൾ സംസ്ഥാന കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തി പരിഹരിക്കും എന്നുള്ള. അല്ല, നേതൃനിരയിലൊരു പ്രശ്നമുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വാഭാവികമായും ഈ സീറ്റ് നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഒരുപാട് പ്രതീക്ഷയുമായി പ്രവർത്തനം നടത്തിയത് നമ്മുടെ പ്രവർത്തകരൊക്കെ. അപ്പോൾ അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഒറ്റക്കെട്ടായി ലീഡർഷിപ്പിലുള്ള ആളുകളും അണികളും ഒറ്റക്കെട്ടായി തന്നെ ഈ ഇലക്ഷനിൽ മുന്നോട്ടുണ്ടാവും, ഒരുമിച്ചുണ്ടാവും. എന്ത് സമയം തരാൻ? കരിയർ ആയിരുന്നില്ല നിന്റെ എക്സ്ക്യൂസ്. അമ്മ, ഇപ്പൊ എന്റെ ഡ്രീം കല്യാണം അല്ല അമ്മ. കേട്ടില്ലേ ഇത്? എത്ര കൂളായിട്ടാ മോള് കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്. കല്യാണം നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന എത്ര കുട്ടികളുണ്ട് നമ്മുടെ നാട്ടില്. ശരിയാണ്. അതിൽ ചില സ്വപ്നങ്ങളെങ്കിലും യാഥാർത്ഥ്യമാക്കലാണ് ഇനി എന്റെ ചലഞ്ച്. നീയാണ് സ്വർണം, നിനക്കാണ് തിളക്കം.